അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട് ചേച്ചി. അമ്മാവൻ ഡോക്ടറെ വിളിക്കാം. അപ്പുറത്തെ ഡോക്ടർ ചേച്ചി വരുമായിരിക്കും. എന്നാലും ചേച്ചി കൂടെ ഇങ്ങോട്ടൊന്ന് വായിച്ച്. ശരിയടാ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. നീ ഫോൺ വെച്ചോ. ഭവനമാറ്റം എന്ന് പറയുമ്പോ പിണങ്ങിപ്പിരിഞ്ഞു പോകണമെന്നൊന്നുമില്ല. രാജകൊട്ടാരം പോലൊരു പുതിയ വീട്, അത് സ്വന്തമാക്കാനുള്ളൊരു യോഗമായാലോ അത്? അമ്മേ, മോളെ ഇരിക്കെ. പ്രണവിന് ഇനി അങ്ങോട്ട് നല്ല സമയമാണെന്നാ ജോത്സ്യർ പറയുന്നത്. ഇരിക്കെ. അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണമായിരുന്നു. എന്തിനാ? എന്തു പറ്റി? അത് പിന്നെ അത്യാവശ്യമാണമ്മേ. കാര്യമൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. നീ ഇരിക്കും മോളെ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അത് പറ്റില്ലമ്മേ. ഞാൻ ഇപ്പൊ തന്നെ ചെല്ലാന്ന് പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ. ആ കുട്ടി പൊയ്ക്കോട്ടെ പാർവതി, എന്തിനാ വെറുതെ തടയുന്നത്? ശരി, നീ പോയിട്ട് വാ. ചെല്ലേ. ശരി, ഞാൻ പോയിട്ട് വരാം. ഇത്രയും നേരമായിട്ടും അമ്മയും നിധിയും കാണുന്നില്ലല്ലോ. ആ, എത്തിയോ? കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരായി. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് ജോത്സ്യരെ കണ്ട വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ജോത്സ്യര് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ആദ്യത്തെ വിവാഹ ബന്ധം ഇങ്ങനെ അങ്ങ് അവസാനിച്ചത് നന്നായി എന്നാ ജോത്സ്യരുടെ അഭിപ്രായം. സത്യത്തിൽ പ്രണവിന്റെ വിവാഹ സമയം ആയതേ ഉള്ളൂന്ന്. പെണ്ണ് നോക്കി തുടങ്ങിക്കൊള്ളാനും പറഞ്ഞു. ഓണം കഴിഞ്ഞു വരുന്ന തുലാമാസത്തിലെ നല്ലൊരു സമയം നോക്കി നടത്തിക്കൊള്ളാനാ ജോത്സ്യർ പറഞ്ഞത്. അല്ല, അമ്മയുടെ കൂടെ വന്ന നിധി എവിടെ പോയി? അവള് ഇനി പുറത്തുനിന്ന് ഫോൺ ചെയ്യണോ? നിധി അവളുടെ വീട്ടിലേക്ക് പോന്നു പറഞ്ഞു പോയി. എന്തിനു പോന്നു പറഞ്ഞില്ല. ജോത്സ്യരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാ വീട്ടിൽ നിന്ന് കോള് വന്നത്. പുറത്തിറങ്ങി എന്തോ സംസാരിച്ചിട്ട് വന്ന് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞു.